കർണൻ പോകുന്നത് നോക്കി അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വാസ്തവൻ അവിടെ നിന്നു. എന്തു പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒരു വശത്ത് തെൻകുഞ്ഞിനെ പോലെ പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച കർണികയുടെ ആത്മഹത്യ, മറുവശത്ത് അത് തന്നെ ആലോചിച്ച് ഹൃദയം തകർന്നിരിക്കുന്ന കർണൻ. ഇതിനിടയിൽ കിടന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് പുറകോട്ട് പോയി. ഓക്കെ സർ. പേജ് നമ്പർ 25. എല്ലാ പെൺകുട്ടികളെ പോലെയും കർണികയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പ്രണയം. നിൽക്കട്ടെ, ആർട്ട് സ്കൂളിൽ അവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് നീ പറയും, കള്ളം പറയാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യുന്ന സ്ഥലം മാറും, രീതിയും മാറും. പറയടാ. നിന്നെ ഏൽപ്പിച്ച ജോലി നീ വൃത്തിയായി ചെയ്തു. ഇതാ നീ പറഞ്ഞതിൽ കൂടുതലുണ്ട്. പോയി മുട്ടടാ. ഞങ്ങളുടെ മനയിൽ വരാനുള്ള ആഗ്രഹമില്ലേ? അത് മാത്രം നടക്കില്ല. താനൊന്ന് തുറന്നു നോക്കി. ഞാൻ നിന്നെ മനയിലേക്ക് കൊണ്ടുവിടാൻ. നീ ഈ ആയുസ് മുഴുവൻ ശ്രമിച്ചാലും ഇതിനകത്തുള്ളൊരു കല്ല് പോലും നിനക്ക് വാങ്ങാൻ കഴിയില്ല. ഒന്ന് പോടിയോ, ഞാൻ വിശ്വസിക്കില്ല. ഇന്നാ സാധനം ഇടറോ. നിങ്ങൾ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ 1-2 രത്നങ്ങളല്ല അവിടെ ഉള്ളത്. ആ പെട്ടി നിറയെ രത്നങ്ങൾ. എനിക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ഇനി എന്നെ ആരും ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുമല്ല സാർ. അന്നത്തെ ചോരത്തിളപ്പിന് ഒരുപാട് കാശ സാർ തരാമെന്ന് പറഞ്ഞപ്പോൾ കോട്ട് നിന്ന് പോയതാ. കാര്യം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ കാശ് തരികയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ ആ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല സാർ. നീ കൂടെ കൂടെ ഈ സാർ എന്ന് പറയുന്നുണ്ടല്ലോ. ആരടാ നിന്റെ ഈ സാറ്? ഞാൻ ഇതുവരെ അയാളെ നേരിൽ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഒരു സഹായ വഴിയായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. പിന്നെ സാറിപ്പോൾ പറഞ്ഞ എഴുത്തുകാരി, അവരെ എനിക്ക് അറിയ പോലും ഇല്ല. പിന്നെ എന്തിനാ സാർ ഞാൻ അവരെ കൊല്ലാൻ നോക്കുന്നത്? അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സാറേ. പിന്നെ കർണിക, അവൾ അത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്നോ അവസാനം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്നോ ഞാൻ കരുതിയില്ല സാറേ. കാശിന് വേണ്ടി ഒരു പാവം പെണ്ണിനെ പ്രേമം നടിച്ച് ചതിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് നല്ല പിള്ള കളിക്കണോ? തൽക്കാലം ഞാൻ അന്വേഷിക്കുന്ന കേസ് ഇതല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ എഴുത്തുകാരിയുടെ മൊഴിയെടുക്കുമ്പോൾ അഥവാ ഈ കേസ് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്റെ ഒരു പേര് വന്ന ഇതിനെല്ലാം കൂട്ടി ഞാൻ നിനക്ക് തരും. അവനാള് പക്ക ഉടായിപ്പ സാറേ. കണ്ടില്ലേ മുഖത്ത് നോക്കി കള്ളം പറയുന്നേ. സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 പൊട്ടിച്ച നടന്ന കാര്യങ്ങളെല്ലാം നല്ല മണി പോലെ അവൻ പറയും. പിന്നെ സാറിങ്ങനെ തണുപ്പ് മട്ടിലിരിക്കുന്നത് എന്തിനാണെന്നാ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത. രാജേഷേ, തന്നോട് ഇറങ്ങി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആർക്കും ഒരു സംശയം തോന്നരുത്. ഇവിടെ വരെയല്ലടാ നീ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതെ സാർ. അവര് സംസാരിച്ചൊന്നും നീ കേട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല സാർ, അവർ കുറച്ച് മാറിയിരുന്ന സംസാരിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരം അവൾ അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല സാർ. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. പിന്നെ പറയാന്നാ പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ എങ്ങോട്ടാ പോയത്? അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ നീ വന്ന് നിന്നു. അതേടാ, നീ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ തോന്നൽ മാത്രമായിരുന്നു. 3-4 ദിവസം ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ. സോറി. ഹേയ് എന്തിന്? പിന്നെ ഇനി നീ അടുത്ത കഥ എഴുതുമ്പോൾ ഈ ഭൂതവും പ്രേതവും പിശാശും മാങ്ങാത്തോലി ഒന്നും വേണ്ട. ഒരു നല്ല ലവ് ട്രാക്ക് പിടിച്ചാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ, അച്ഛൻ ചായ എടുക്കുന്നുണ്ട്, കുടിച്ചിട്ടേ പോകാവൂ. അല്ല, നീ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോട്ടെ.
ഇർഷാദെ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല സാർ, ആ നന്ദൻ കർണയെ ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആ കഥയിലുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരുടെ കഥയിലില്ലാത്ത കാര്യം സാർ എങ്ങനെ മനസ്സിലാക്കി? അവളത് ആദ്യം കഥയിൽ എഴുതിയിരുന്നു ഇർഷാദ്. പിന്നീട് അവള് തന്നെ തീരുമാനിച്ചു അതാരും അറിയേണ്ടതില്ലെന്ന്. അല്ല, പിന്നെ സാറിനതെങ്ങനെ മനസ്സിലായി? ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. കൃഷ്ണനെ തന്നെ കഥയൊന്ന് ഓപ്പൺ ചെയ്തേ. പേജ് നമ്പർ 45 എടുത്തു. അതിൽ അവൾ അവനോട് യാത്ര പറഞ്ഞിട്ട് പോകുന്ന ഭാഗവും അതിനുശേഷമുള്ള ഭാഗങ്ങളൊന്ന് ഓടിച്ചു നോക്കി. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല സർ. ആ ഭാഗം വരെയുള്ള അവളുടെ കൈയിഷ്ടം ശ്രദ്ധിച്ച് വടിവൊത്ത തെളിമയാർന്ന ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? എന്നാൽ അതിനുശേഷം അടുക്കും ചിട്ടിയില്ലാത്ത അക്ഷരങ്ങളും വാക്കുകളും തെറ്റുകളും എന്തൊക്കെയോ ധൃതി വെച്ചെഴുതിയ പോലെ. ഓ, അപ്പോ ഇതായിരിക്കാം അന്ന് ലാസ്റ്റ് ദിവസം അവള് വെളിയിൽ പോയി വന്ന ശേഷം ധൃതി പിടിച്ചെഴുതിയെന്ന് സ്വാമിനാഥൻ പറഞ്ഞ ഭാഗം. There you go. Which means from that point she changed the story. അതിന് നമ്മൾ അവിടെ അരിച്ചു പറിക്കുകയല്ലേ സാർ, എന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. ചിലപ്പോൾ അവൾ അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് പോസിബിളി ഷീ ട്രൈ ടു കൺവേർട്ട് ഓൾ ടു എ ഡിജിറ്റൽ ഫോർമാറ്റ്. ഓ, അപ്പൊ ആ സമയത്തായിരിക്കും സ്വാമിനാഥൻ അവിടെ വന്നിട്ടുണ്ടാവുക. ആ ക്രൈം സീനിലെ ഫോട്ടോസ് എല്ലാം കണ്ടേ? Damn, we missed something crucial. Let us imagine a scenario. അവൾക്ക് ചായ കൊടുത്തിട്ട് സ്വാമിനാഥൻ താഴേക്ക് പോകുന്നു. അമ്മു ടൈപ്പിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അവൾ വെളിയിലൊരു ശബ്ദം കേൾക്കുന്നു. അവൾക്കുള്ളിൽ ഭയം തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവൾ അത്രയും നേരം ടൈപ്പ് ചെയ്ത് സേവ് ആക്കി യുഎസ്ബിയിലേക്ക് കോപ്പി ചെയ്ത് ധൃതിയിൽ ഡിസ്കണക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ ദിസ് മെസ്സേജ് ഈസ് ഹിയർ. അവളുടെ ലാപ്ടോപ്പിൽ നിന്ന് റീസ്റ്റോർ ചെയ്ത ബ്രൗസിംഗ് ഹിസ്റ്ററി എടുത്തേ. ക്രിസ്ത്യന ഫോൺ കൂടെ. സി, 4 ദിവസം മുമ്പ് അവൾ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അത് ഡെലിവറി ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ക്രിസ്ത്യന, search thoroughly her home and enquire in the hospital as well. At any cost, I need this device. Sure, sir. Irshad, sir, arrange an urgent meeting by tomorrow at sharp 9 a.m. Okay, sir. Yes, Abraham. Clear me. സാർ, സ്വാമിനാഥൻ പറഞ്ഞതനുസരിച്ച് ഈ മാസം 5-ന് കഥയുടെ ആവശ്യത്തിന് എന്ന പേരിൽ അമ്മു സിദ്ധാർത്ഥുമായി യാത്ര തിരിച്ചു. 4 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 9-ാം തീയതി വൈകുന്നേരം സിദ്ധാർത്ഥന്റെ കൂടെ വീട്ടിൽ തിരിച്ചെത്തുന്നു. ആ സമയം അവൾ സന്തോഷവതിയായിരുന്നു എന്ന് സിദ്ധാർത്ഥും, അതല്ല അതുവരെ കാണാത്ത വിധം ടെൻഷനിലായിരുന്നു എന്ന് സ്വാമിനാഥനും പറയുന്നു. അതിൽ നിന്നും അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ സിദ്ധാർത്ഥിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും തൊട്ടടുത്ത ദിവസം അവൾ ഒരു യാത്ര കൂടി പോകുന്നു, സിദ്ധാർത്ഥനെ കൂട്ടാതെ. അന്ന് വൈകിട്ട് ഏകദേശം 6 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയ അവൾ അന്ന് അർദ്ധരാത്രി 12 മണിയോടെ ആക്രമിക്കപ്പെടുന്നു. എബ്രഹാം എന്താണ് പറഞ്ഞു വരുന്നത്? സാർ, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 3-ന് അമ്മു സ്വാമിനാഥൻ ആ മനയിൽ നടക്കുന്നു. ജൂൺ 10 അർദ്ധരാത്രി അവൾ വീട്ടിൽ ആക്രമിക്കപ്പെടുന്നു. ഇതിനിടയിലുള്ള ഈ 7 ഡേയ്സ്, ഈ 7 ദിവസങ്ങളിൽ പുറം ലോകം അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഈ ദിവസം, ഇന്നേ ദിവസം അവൾ എവിടെയൊക്കെ പോയെന്നോ ആരെയൊക്കെ കണ്ടെന്നോ ഉള്ളതിന് യാതൊരു തെളിവില്ല. ആൻഡ് ഓൺ ദാറ്റ് ഡേ ഷീ ഇന്റൻഷനലി ലെഫ്റ്റ് ഹെർ ഫോൺ അറ്റ് ഹോം. എന്തിന്? ചിലപ്പോൾ അവൾ അന്ന് എവിടെ പോയി എന്നുള്ളത് ഒരു കാരണവശാലും ആരും അറിയാതിരിക്കാൻ. എബ്രഹാം, അപ്പോ ഈ ആക്രമണത്തിന് പിന്നിൽ ആരായിരിക്കും എന്നാണ് എബ്രഹാമിന് തോന്നുന്നത്? സാർ, അമ്മു എഴുതിക്കൊണ്ടിരുന്ന കഥയാണ് ഷാഡോ ദ ഹിഡൻ ട്രൂത്ത്. ഈ കഥയിലുടനീളം അവൾ ഒരു ബ്ലാക്ക് അംബാസഡർക്കാരനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ ആരായിരുന്നുവെന്ന് അവൾ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ആ വ്യക്തിയെ നേരിൽ കണ്ടിട്ടുള്ളത് 3 പേർ. കർണിക, അവളുടെ ജ്യേഷ്ഠൻ, കാരിസ്ഥൻ. നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കർണിക ഹാസ് കമ്മിറ്റഡ് സൂയിസൈഡ്. കാരിസ്ഥൻ അവളുടെ ചേട്ടന്റെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നു. പിന്നെ കർണൻ,
ആ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നു. നമ്മൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. സാർ ഇവർ 3 പേരെ കൂടാതെ ആ വ്യക്തിയെ നേരിൽ കണ്ടിട്ടുള്ളത് ഒരേ ഒരാൾ മാത്രം. സാർ, ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 24 മണിക്കൂറേ ആയിട്ടുള്ളൂ. എങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പു പറയാം. നമ്മൾ കരുതും പോലെ വെറും കഥയെഴുത്ത് മാത്രമല്ലായിരുന്നു അവളുടെ ലക്ഷ്യം. സംതിങ് ബിയോണ്ട് ദാറ്റ്. സർ സർ, യുവർ ഗസ് വാസ് റൈറ്റ്. വി ഗോട്ട് ദ ഡിവൈസ്. ഗുഡ്. ഗോട്ട് ഇറ്റ്. സോ ഇനിയുള്ള കഥ അമ്മു സ്വാമിനാഥൻ പറയട്ടെ. മിസ് അമ്മു സ്വാമിനാഥൻ, ഇറ്റ്സ് യുവർ ടേൺ നൗ.